മുട്ട വെച്ചിട്ട് പപ്സിൻ്റെ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരത്തിലേക്ക് ആദ്യം തന്നെ ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് ഏകദേശം വഴന്നു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയ്ക്ക് ഏകദേശം വഴന്നു വന്നാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണക്കം മാറി വരണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അവസാനം ഇതിലേക്ക് അത്യാവശ്യം കൂടുതൽ അളവിൽ തന്നെ മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് പാലാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഈ ഒരു സ്നാക്ക്. ഇനി സ്നാക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഫില്ലിങ്സ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മസാല കൂടുതലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു കോഴിമുട്ട പുഴുങ്ങിയത് ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം സൈഡ് ഭാഗം ഒഴിച്ചിട്ട് ബാക്കി കവർ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ മാവ് ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. ലൂസ് പിന്നെ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് റെഡിയാക്കി എടുത്താലും മതിയാവും. പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് തന്നെ മതിയാവും. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. വേവിച്ചെടുക്കാം. മുകൾ ഭാഗമൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പപ്സിൻ്റെ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.